ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നു. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നാണ് മന്ത്രിസഭാ യോഗത്തിന്റെ വിലയിരുത്തൽ. ഷീജ ചേരുന്നു. ഷീജ, മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഷമ്മി, ഏതായാലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളിൽ കേരളം പൂർണ്ണ സജ്ജമാണ് എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് പ്രധാനമായും ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. ഇതിലാണ് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചത്. അതിനൊപ്പം തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങൾ അത് കാലതാമസമില്ലാതെ എത്രയും വേഗത്തിൽ നടപ്പാക്കുക, അത് അത്തരത്തിലുള്ള നടപടികളാണ് ഇതുവരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തീരുമാനം. അതിനൊപ്പം മറ്റൊരു തീരുമാനം, ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്പോൺസർമാർ നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പോൺസർമാരുമായി പ്രത്യേകമായി ആശയവിനിമയം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തുവാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വരും ദിവസങ്ങളിൽ ഇതിന്റെ തുടർ നടപടികൾ ആ രീതിയിൽ വേഗത്തിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അടുത്ത മന്ത്രിസഭാ യോഗവും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിലയിരുത്തി തീരുമാനങ്ങളിലേക്ക് കടക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഷീജ, അതായത് കേന്ദ്ര സർക്കാരിന്റെ സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, കേരളം പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനായി കാത്തു നിൽക്കുന്നില്ല. കേരളം സ്വന്തമായി ഈ ഒരു ടൗൺഷിപ്പിലേക്ക് 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കാനാണ് ആലോചിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത് എന്ന് വേണം കരുതാൻ. തീർച്ചയായും ഏതായാലും കേന്ദ്രത്തിനോട് സംസ്ഥാനം പലതവണയായി ആവശ്യപ്പെടുന്നു. മന്ത്രിമാർ നേരിട്ട് ആവശ്യപ്പെട്ടു, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പോഴൊന്നും ഇതുവരെയായി ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ തുക ആവശ്യമുണ്ട്. അത് സംസ്ഥാന സർക്കാരിന്റെ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. ആ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രത്തോട് നിരന്തരം സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കേന്ദ്രം ഒരു തരത്തിലും അനുകൂലമായ നിലപാട് ഇതിൽ സ്വീകരിക്കാത്തൊരു പശ്ചാത്തലത്തിലാണ് അതിന്റെ മറ്റു മാർഗങ്ങളിൽ മുന്നോട്ട് പോകുക. പ്രത്യേകിച്ചും പുനരധിവാസത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കുകയില്ല, അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അടുത്ത ഘട്ടം എന്ന നിലയിൽ സ്പോൺസർമാരുമായി കൂടി ആശയവിനിമയം നടത്തി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും ഷീജ, വയനാട് ദുരന്തത്തിൽ സർവ്വവും നഷ്ടമായ മനുഷ്യരുടെ ടൗൺഷിപ്പിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തിനായി കേരളം കാത്തിരിക്കാൻ തയ്യാറാകുന്നില്ല. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള പുനരധിവാസത്തിനുള്ള നടപടികളിലേക്ക് കേരളം കടക്കുകയാണ്. ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന അക്കാര്യം ഏതാണ്ട് ധാരണയായിരിക്കുന്നു. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.